സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും ഒരു കൊടുങ്കാറ്റ് പോലെ ഫ്രാൻസിനെ വരിഞ്ഞു മുറുക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വീഴുന്ന 5ാമത്തെ സർക്കാരിന്റെ പതനം ഫ്രഞ്ച് ജനാധിപത്യം ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് അടിവരയിടുന്നു. പ്രതിസന്ധിയുടെ കേന്ദ്ര ബിന്ദുവിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ 6ാമത്തെ പ്രധാനമന്ത്രിയായ ഫ്രാൻസ ബെയ്റോ പാർലമെന്റിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസ് വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചത്. രാജ്യത്തെ സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്താൻ ലക്ഷ്യമിട്ട് ഫ്രാൻസോ ബെയ്റോ അവതരിപ്പിച്ച ചെലവ് ചുരുക്കൽ നയങ്ങൾക്കെതിരെ നാഷണൽ അസംബ്ലിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്തതോടെ രാജ്യം ഒഴിച്ചുകൂടാൻ വയ്യാത്തതായി. 573 അംഗങ്ങളുള്ള പാർലമെന്റിൽ 364 പേരാണ് വിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് കേവലം ഒരു സർക്കാരിന്റെ പതനമായിരുന്നില്ല, മറിച്ച് ഫ്രാൻസിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ഒരു സുപ്രധാന തീരുമാനത്തിനെതിരായ ശക്തമായ പ്രതികരണമായിരുന്നു. കഴിഞ്ഞ 9 മാസമായി അധികാരത്തിൽ തുടർന്ന ബെയ്റോ അടുത്ത വർഷത്തെ ബജറ്റിൽ നിന്ന് 44 ബില്യൺ യൂറോ ലാഭിക്കാൻ ലക്ഷ്യമിട്ട കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് മുന്നോട്ട് വെച്ചത്. നമ്മുടെ രാജ്യം ഒരു ചരിത്രപരമായ കടക്കെണിയിലാണ്. ഈ പാത തുടർന്നാൽ നമ്മുടെ തലമുറ മാത്രമല്ല വരും തലമുറകളും അതിന്റെ ഭാരം പേറേണ്ടി വരും. ബെയ്റോ പാർലമെന്റിൽ നടത്തിയ വികാര നിർഭരമായ പ്രസംഗത്തിൽ പറഞ്ഞു, ധനികർക്ക് അധിക നികുതി ഏർപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും അത് ബ്രിട്ടന്റെ അവസ്ഥയിലേക്ക് ഫ്രാൻസിനെ നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമ്പന്നരായ ആളുകൾക്ക് അവരുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ യൂറോപ്പിൽ തന്നെ നിരവധി രാജ്യങ്ങളുണ്ട്. അവരെ പിന്തിരിപ്പിക്കാൻ നാം ശ്രമിക്കരുത്. ബെയ്റോയുടെ ഈ വാക്കുകൾ പലരും അദ്ദേഹത്തിന്റെ നിലപാടിനോടുള്ള ശക്തമായ പ്രതിരോധമായി കണ്ടു. ഈ വീഴ്ച പ്രസിഡന്റ് മാക്രോണിന് നേരിട്ട കടുത്ത തിരിച്ചടിയാണ്. 2017 അധികാരത്തിൽ എത്തിയതിനു ശേഷം യൂറോപ്പിലെ ഒരു പ്രമുഖ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തിയ നയതന്ത്ര ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചെങ്കിലും രാജ്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഏറ്റവും താഴ്ന്ന നിലയിലാണ്. അടുത്തിടെ നടന്ന ഒരു അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ 64% പേരും മാക്രോൺ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. കഴിഞ്ഞ 51 വർഷക്കാലമായി രാജ്യത്തിന് ഒരു സന്തുലിത ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായ കമ്മി ബജറ്റുകൾ ദേശീയ കടം പെരുകുന്നതിന് കാരണമായി. യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ച 3% ഇരട്ടിയിലധികമാണ് നിലവിൽ ഫ്രാൻസിന്റെ കമ്മി. ഈ സാമ്പത്തിക വെല്ലുവിളികൾക്ക് ഒരു പരിഹാരം കാണാനുള്ള അവസാന ശ്രമമായിരുന്നു ബെയ്റോയുടെ പദ്ധതികൾ. എന്നാൽ 2027 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം ഈ നിർദ്ദേശങ്ങളെ ശക്തമായി എതിർത്തു. ബെയ്റോയുടെ രാജിക്ക് പിന്നാലെ ഫ്രാൻസ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെയും സാമൂഹിക പ്രതിസന്ധിയുടെയും ഇരട്ട ഭീഷണിയിലാണ്. പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മാക്രോൺ. എന്നാൽ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല. സ്വന്തം പാർട്ടിയിൽ നിന്നോ കൺസർവേറ്റീവുകളിൽ നിന്നോ ഒരുപക്ഷെ ഒരു മിതവാദി സോഷ്യലിസ്റ്റിനെയോ ടെക്നോക്രാറ്റിനെയോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാം. എന്നാൽ ഇതിലൊന്നും അടുത്ത സർക്കാരിന് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ പ്രതിസന്ധിക്ക് പെട്ടെന്നൊരു പരിഹാരം കാണാൻ മാക്രോണിന് കഴിയില്ല. പാരീസിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു, പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചാലും ബജറ്റ് പാസാക്കുക എന്നത് അടുത്ത സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. ബെയ്റോയുടെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു സംഭവിച്ചത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നതാണ് മാക്രോണിന്റെ മുന്നിലുള്ള മറ്റൊരു മാർഗം. എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയും തീവ്ര ഇടതുപക്ഷ പാർട്ടിയായ ഫ്രാൻസ് അൻബോർഡും ഈ ആവശ്യം ഉന്നയിച്ചിട്ടും മാക്രോൺ അതിന് തയ്യാറായിട്ടില്ല. ഈ 2 പാർട്ടികളും നിലവിൽ പാർലമെന്റിൽ ശക്തമായ സ്വാധീനമുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഈ പാർട്ടികൾ ഭൂരിപക്ഷം നേടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിസന്ധിക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലോക്ക് എവറിത്തിങ് എന്ന പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിന്റെ തെരുവുകളിൽ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ശക്തമാണ്. അതേസമയം നാഷണൽ അസംബ്ലിയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ നാഷണൽ റാലി അവരുടെ സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നിലവിൽ 123 സീറ്റുകളുണ്ട്. തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്തിയത് തടയാൻ ഇടതുപക്ഷ പാർട്ടികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ശക്തമായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് ദുർബലമായ അവസ്ഥയിലാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഫ്രഞ്ച് രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. മാക്രോണിന്റെ മധ്യവർത്തി നയങ്ങളുള്ള പാർട്ടിക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും ഉറപ്പില്ല. നിലവിലെ രാഷ്ട്രീയ ധ്രുവീകരണം
പ്രതികരണം കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ സോഷ്യലിസ്റ്റുകളുടെ പിന്തുണ മാത്രം അദ്ദേഹത്തിന് തീവ്ര ഇടതുപക്ഷത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ സാധ്യതയില്ല. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അധികാരത്തിലെത്തിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും ദയനീയമായ രീതിയിൽ സ്ഥാനം നഷ്ടപ്പെടുന്നത്. ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഫ്രാൻസിന്റെ സാമ്പത്തിക മേഖലയിലും ആഴത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ കടം മൂലമുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം നിക്ഷേപകരെയും സാമ്പത്തിക സ്ഥാപനങ്ങളെയും ഭയപ്പെടുത്തുന്നു. രാഷ്ട്രീയ പ്രതിസന്ധികളും സാമ്പത്തിക വെല്ലുവിളികളും ഒരുമിച്ച് നേരിടുന്ന ഫ്രാൻസ് യൂറോപ്പിന്റെ ഭാവിക്കൊരു താക്കീത് കൂടിയാണ്. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളും സമാനമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ഫ്രാൻസിന്റെ ഈ പ്രതിസന്ധി യൂറോപ്യൻ യൂണിയന്റെ നിലനിൽപ്പിന് പോലും വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ മാക്രോൺ എങ്ങനെ പ്രതികരിക്കും, അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും, ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് ഫ്രാൻസ് നീങ്ങുമോ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ലോകം ഉറ്റുനോക്കുകയാണ്.